പ്രിയപ്പെട്ടവരെ, ലൈഫ് പദ്ധതിയിൽ കുറച്ച് നാളായിട്ട് മുടങ്ങിക്കിടന്നു എന്ന് തന്നെ പറയാം. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ പദ്ധതിയുടെ വേഗത കുറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാലിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ പല തദ്ദേശ സ്ഥാപനങ്ങളും ഈ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വരികയും പുതിയ ബഡ്ജറ്റിൽ ഈ വർഷം തന്നെ മിക്ക പഞ്ചായത്തുകളും മിക്ക തദ്ദേശ സ്ഥാപനങ്ങളും അർഹരായ മുഴുവൻ ആളുകൾക്കും തന്നെ പരമാവധി ആളുകൾക്കും പല സ്ഥലങ്ങളിലും മുഴുവൻ ആളുകൾക്കും വീടും അതുപോലെ തന്നെ സ്ഥലവും നൽകാനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഒരു പഞ്ചായത്തിൻ്റെ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ലൈഫ് പദ്ധതിയിൽ വീടും സ്ഥലവുമില്ലാത്ത എല്ലാ ആളുകൾക്കും സ്വന്തമായി വീട് നൽകാനുള്ള പദ്ധതിക്ക് പ്രാമുഖ്യം നൽകി ദേവികുളങ്ങര പഞ്ചായത്ത് ബജറ്റ്, അതായത് 2024 ബജറ്റാണ് മുഴുവൻ ആളുകൾക്കും വീട് നൽകാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ആ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് വിഹിതം, ബാങ്ക് വായ്പ, സംസ്ഥാന വിഹിതം, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതം ഉൾപ്പെടെ പദ്ധതികൾക്കായി 7.47 കോടി രൂപ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. 26.44 കോടി രൂപ വരവും 26.1 കോടി രൂപ ചെലവും 42.77 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അവതരിപ്പിച്ചു. ഭക്ഷ്യധാന്യ ഉൽപ്പാദനം, ഹരിതവൽക്കരണം, ജലസംരക്ഷണം, പച്ചക്കറി കൃഷി വ്യാപനം തുടങ്ങി വിവിധ മേഖലകളിലെ പദ്ധതികൾക്ക് തുക വകയിരുത്തി. പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷനായി. ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ തന്നെ മുതുകുളം പഞ്ചായത്തും മുഴുവൻ ആളുകൾക്കും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട പരമാവധി ആളുകൾക്ക് വീടും സ്ഥലവും നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പല പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും വളരെ ആവേശത്തോടു കൂടി പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ കുറേ തദ്ദേശ സ്ഥാപനങ്ങൾ, ബ്ലോക്കായാലും ജില്ലാ പഞ്ചായത്ത് ആയാലും പഞ്ചായത്തും നഗരസഭകളും ഒക്കെ തന്നെ പലരും ഇതിന് ഫണ്ട് വകയിരുത്തുന്നില്ല. സർക്കാരിൻ്റെ ശക്തമായ ഒരു നിർദ്ദേശം ഉണ്ടായിട്ട് പോലും വകയിരുത്താതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും അവരിൽ നിന്ന് ഈ ഒരു പദ്ധതിക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ, പലരും പറയുന്ന ഈ പദ്ധതി തട്ടിപ്പാണ്, ഇതെവിടെ നടപ്പിലാക്കി ആർക്ക് കൊടുത്തെന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന പഞ്ചായത്തുകളിലൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പത്രങ്ങളോ അല്ലെങ്കിൽ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും എത്രയോ സ്ഥലത്ത് ഈ പദ്ധതിയിൽ കൂടെ വീട് ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പറയാം, നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും പദ്ധതി താമസിച്ചാൽ പോലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതെല്ലാം വീടും സ്ഥലവും ഒക്കെ തന്നെ ലഭിക്കും. സ്ഥലം ലഭിക്കുന്നതിനാണ് ഇപ്പോൾ നിലവിൽ ചെറിയ കാലതാമസം ഉള്ളത്. അത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് അതിൻ്റെ ആയിട്ടുള്ള വിഷയം. എങ്കിലും പഞ്ചായത്തുകൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും ഇതെല്ലാം എത്തിക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ.